Hello students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 15th lecture on Environmental Studies. This lecture is based on Industry and Environment, which is the third module in the subject Environmental Studies for Semester 1 students of BCom. In previous lecture, we were discussing about thermal pollution, and in this lecture, we are going to continue with the same topic, that is thermal pollution. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ തെർമൽ പൊല്യൂഷൻ്റെ മീനിങ്ങും സോഴ്സസും ആണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇൻ ദിസ് ലെക്ചർ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഇഫക്ട്സ് ഓഫ് തെർമൽ പൊല്യൂഷൻ. തെർമൽ പൊല്യൂഷൻ്റെ ഇഫക്ട്സ് ആണ്: ദ വാർമർ ടെമ്പറേച്ചർ ഡിക്രീസസ് ദ സോള്യൂബിലിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് ഇൻക്രീസസ് ദ മെറ്റബോളിസം ഓഫ് ഫിഷ്. ദിസ് ചേഞ്ചസ് ദ എക്കോളജിക്കൽ ബാലൻസ് ഓഫ് ദ റിവർ. സോ വാർമർ ടെമ്പറേച്ചർ റിവറിൽ ആയി കഴിഞ്ഞാൽ അത് ഓക്സിജൻ്റെ സോളിബിലിറ്റിയെ ഡിക്രീസ് ചെയ്യുകയും ഫിഷിൻ്റെ മെറ്റബോളിസത്തിനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് വാർമർ ടെമ്പറേച്ചർ ആകുമ്പോഴേക്കും ഓക്സിജന് വാട്ടറിൽ ഡിസോൾവ് ആകാനുള്ള എബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് ദെയർ ബൈ ഫിഷിൻ്റെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ദിസ് ചേഞ്ചസ് ദ എക്കോളജിക്കൽ ബാലൻസ് ഓഫ് ദ റിവർ. ആൻഡ് ഈ ഒരു പ്രോസസ്സ് റിവറിൻ്റെ എക്കോളജിക്കൽ ബാലൻസിനെ ചേഞ്ച് ചെയ്യുന്നു. Within certain limits, thermal additions can promote the growth of certain fish, and the fish catch may be high in the vicinity of a power plant. അതായത് certain ലിമിറ്റ്സിൽ തെർമൽ അഡിഷൻസ് സംഭവിക്കുമ്പോൾ അത് certain ഫിഷിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഈ ഒരു തെർമൽ അഡിഷൻ വരുമ്പോൾ certain ഫിഷ് കൂടുതലായിട്ട് വളരുവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ആ ഒരു വിസിനിറ്റിയിൽ, പവർ പ്ലാന്റിൻ്റെ ആ ഒരു വിസിനിറ്റിയിൽ ഫിഷ് ക്യാച്ച് കൂടുതലായിരിക്കും. ഹവർ സഡൻ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ caused by periodic plant shutdowns, both planned and unintentional, can change result in death of these fish that are acclimatized to living in warmer waters. അതായത് പ്ലാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ അൺഇൻറ്റൻഷണൽ ആയിട്ടോ പ്ലാന്റ് ഷട്ട് ഡൗൺസ് ഒക്കർ ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ ഫലമായിട്ട് ടെമ്പറേച്ചറിൽ സഡൻ ചേഞ്ചസ് ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഈ പറഞ്ഞ ഫിഷിൻ്റെ ഡെത്തിന് കാരണമാകുന്നു. ആൻഡ് ഈ പറഞ്ഞ ഫിഷ്, ഈ ഡെത്ത് സംഭവിക്കുന്ന ഫിഷ് വാർമർ വാട്ടറിലെ ലിവിങ് കണ്ടീഷൻസിനോട് അഡ്ജസ്റ്റഡ് ആയ ഫിഷാണ്. അപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോഴേക്കും ഈ പറഞ്ഞ ഫിഷിൻ്റെ ഡെത്ത് സംഭവിക്കുന്നു. ദെൻ വാട്ട് ആർ ദ കൺട്രോൾ മെഷേഴ്സ് ഓഫ് തെർമൽ പൊല്യൂഷൻ? തെർമൽ പൊല്യൂഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ പാസിംഗ് ദ ഹീറ്റഡ് വാട്ടർ ത്രൂ എ കൂളിംഗ് പോണ്ട് ഓർ എ കൂളിംഗ് ടവർ ആഫ്റ്റർ ലീവ്സ് ദ കണ്ടൻസർ. അതായത് തെർമൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഒന്നെങ്കിൽ ഹീറ്റഡ് വാട്ടർ കണ്ടൻസറിൽ നിന്നും ലീവ് ചെയ്തതിന് ശേഷം ഒരു കൂളിംഗ് പോണ്ടിലൂടെയോ അല്ലെങ്കിൽ ഒരു കൂളിംഗ് ടവറിലൂടെയോ കടത്തിവിട്ടാൽ മതിയാകും. ദ ഹീറ്റ് ഈസ് ഡിസിപ്പേറ്റഡ് ഇൻ ടു ദ എയർ ആൻഡ് ദ വാട്ടർ ക്യാൻ ദെൻ ബി ഡിസ്ചാർജ് ഇൻ ടു ദ റിവർ ഓർ പമ്പ് ബാക്ക് ടു ദ പ്ലാന്റ് ഫോർ റീയൂസ് ആസ് കൂളിംഗ് വാട്ടർ. അപ്പോൾ ഈ വാട്ടറിലെ ഹീറ്റ് ഡിസിപ്പേറ്റഡ് ആയി എയറിലേക്കോ വാട്ടറിലേക്കോ പോകുന്നു. ആൻഡ് അതിനുശേഷം ഈ വാട്ടർ റിവറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ കൂളിംഗ് വാട്ടറായിട്ട് റീയൂസ് ചെയ്യുന്നതിന് വേണ്ടി പ്ലാന്റിലേക്ക് പമ്പ് ബാക്ക് ചെയ്യുകയോ ചെയ്യാം. There are several ways in which thermal pollution can be reduced. ഇതിന് പ്രധാനമായിട്ടും രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ is to construct a large shallow pond. Hot water is pumped into one end of the pond and cooler water is removed from the other end. അപ്പോൾ ഒരു ലാർജ് ഷാലോ പോണ്ട് കൺസ്ട്രക്ട് ചെയ്യുക എന്നതാണ് ഒരു മെത്തേഡ്. ഇതിൽ പോണ്ടിൻ്റെ ഒരു എൻഡിൽ ഹോട്ട് വാട്ടർ പമ്പ് ചെയ്യുന്നു ആൻഡ് അതർ എൻഡിൽ നിന്നും കൂളർ വാട്ടർ റിമൂവ് ചെയ്യുന്നു. The heat gets dissipated from the pond into the atmosphere. So, ഈ ഹീറ്റ് പോണ്ടിൽ നിന്നും ഡിസിപ്പേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. എ സെക്കൻഡ് മെത്തേഡ് ഈസ് ടു യൂസ് എ കൂളിംഗ് ടവർ. സെക്കൻഡ് മെത്തേഡ് കൂളിംഗ് ടവർ യൂസ് ചെയ്യുക എന്നതാണ്. ദീസ് സ്ട്രക്ചേഴ്സ് ടേക്ക് അപ്പ് ലെസ് ലാൻഡ് ഏരിയ ദാൻ ദ പോണ്ട്സ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ പോണ്ടിന് എടുക്കുന്ന ലാൻഡ് ഏരിയയെക്കാളും കുറച്ച് ലാൻഡ് ഏരിയ മതി. ഹിയർ മോസ്റ്റ് ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ത്രൂ എവാപ്പറേഷൻ. ഈ ഒരു മെത്തേഡിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എവാപ്പറേഷൻ വഴിയാണ്. ഹിയർ വാം വാട്ടേഴ്സ് കമ്മിങ് ഫ്രം ദ കണ്ടൻസർ ഈസ് സ്പ്രേഡ് ഡൗൺവേർഡ് ഓവർ വെർട്ടിക്കൽ ഷീറ്റ്സ് ഓർ ബാഫിൽസ് വെയർ ദ വാട്ടർ ഫ്ലോസ് ഇൻ തിൻ ഫിലിംസ്. അതായത് ഈ വാം വാട്ടർ കണ്ടൻസറിൽ നിന്നും വരുന്ന വാം വാട്ടർ ഡൗൺവേർഡ് വെർട്ടിക്കൽ ഷീറ്റ്സിലേക്കോ ബാഫിൽസിലേക്കോ സ്പ്രേ ചെയ്യുന്നു. ആൻഡ് ഈ പറഞ്ഞ വെർട്ടിക്കൽ ഷീറ്റ്സിലൂടെ അല്ലെങ്കിൽ ബാഫിൽസിലൂടെയാണ് വാട്ടർ ഇൻ തിൻ ഫിലിംസ് ഫ്ലോ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് അതായത് ഈ വെർട്ടിക്കൽ ഷീറ്റ്സ് അല്ലെങ്കിൽ ബാഫിൽസ് എന്ന് പറയുന്നത് ഒരു തിൻ ലെയറാണ്. അപ്പോൾ ഇതിലൂടെയാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. കൂൾ എയർ എൻറ്റേഴ്സ് ദ ടവർ ത്രൂ ദ വാട്ടർ ഇൻലെറ്റ് ദാറ്റ് എൻസർക്കിൾസ് ദ ബേസ് ഓഫ് ദ ടവർ ആൻഡ് റൈസസ് അപ്വേർഡ്സ് കോസിങ് എവാപ്പറേറ്റീവ് കൂളിംഗ്. അതായത് ടവറിൻ്റെ ബേസിനെ എൻസർക്കിൾ ചെയ്യുന്ന വാട്ടർ ഇൻലെറ്റ് വഴി
കൂൾ എയർ ടവറിലേക്ക് എൻ്റർ ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം ഈ കൂൾ എയർ അത് അപ്വേർഡ് റൈസ് ചെയ്യുകയും അതുവഴി എവാപ്പറേറ്റീവ് കൂളിംഗ് നടക്കുകയും ചെയ്യുന്നു. എ നാച്ചുറൽ ഡ്രാഫ്റ്റ് ഇസ് മെയിൻറ്റെയിൻഡ് ബിക്കോസ് ഓഫ് ദ ഡെൻസിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൂൾ എയർ ഔട്ട്സൈഡ് ആൻഡ് ദ വാർമർ എയർ ഇൻസൈഡ് ദ ടവർ. അതായത് ഈ മെത്തേഡിൽ ഒരു നാച്ചുറൽ ഡ്രാഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബിക്കോസ് ഔട്ട്സൈഡ് ഉള്ള കൂൾ എയറിൻ്റെ ഡെൻസിറ്റിയും ഇൻസൈഡ് ടവർ ഉള്ള വാർമർ എയറിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മാനേജ് ചെയ്യണമെങ്കിൽ ഈ നാച്ചുറൽ ഡ്രാഫ്റ്റ് നീഡഡ് ആണ്. ദ വേസ്റ്റ് ഹീറ്റ് ഇസ് ഡിസിപ്പേറ്റഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ എബൌട്ട് 100 മീറ്റർ എബോവ് ദ ബേസ് ഓഫ് ദ ടവർ. അതായത് വേസ്റ്റ് ഹീറ്റ് അത് അറ്റ്മോസ്ഫിയറിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യുന്നു. ടവറിൻ്റെ ബേസിൽ നിന്നും 100 മീറ്റർ എബോവ് ഈ വേസ്റ്റ് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നു. The cooled water is collected at the floor of the tower and recycled back to the power plant condensers. അതായത് ഈ cooled water at the floor of the tower കളക്ട് ചെയ്യുകയും അത് റീസൈക്കിൾ ചെയ്ത് പവർ പ്ലാന്റ് കണ്ടൻസേഴ്സിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു. ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ബോത്ത് ദീസ് മെത്തേഡ്സ് ഇസ് ഹൗവർ ദോസ് ലാർജ് എമൗണ്ട്സ് ഓഫ് വാട്ടർ ആർ ലോസ്റ്റ് ബൈ എവാപ്പറേഷൻ. ഈ രണ്ട് മെത്തേഡ്സിൻ്റെയും ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എവാപ്പറേഷൻ വഴി ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ നഷ്ടമാകുന്നു എന്നതാണ്. ഇത്രയുമാണ് തെർമൽ പൊല്യൂഷൻ്റെ ഇഫക്ട്സും കൺട്രോൾ മെഷേഴ്സും. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് തെർമൽ പൊല്യൂഷൻ. താങ്ക് യു.